ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കുരിശിലാണ് നാലാമത്തെ കാസ. ഇന്നലെ നാലാമത്തെ കാസയെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ചില കാര്യങ്ങൾ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വ്യക്തതയില്ല എന്ന് പറഞ്ഞ് ചില വൈദികർ തന്നെ എന്നെ വിളിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി വ്യക്തത വരുത്താം എന്ന് ഞാൻ വിചാരിച്ച് ആ നാലാമത്തെ കാസയെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് പറയുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ കുരിശിലാണ് ഈ നാലാമത്തെ കാസ യേശു പാനം ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ കുറച്ചുകൂടി അതിൻ്റെ പ്രസക്തി, സാങ്കത്യം, വിശേഷിച്ചും ദുഃഖവെള്ളിയിൽ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പെസഹ വെള്ളിയിൽ അതിൻ്റെ പ്രാധാന്യം, അപ്പോൾ അത് ഇന്ന് തന്നെയാണ് പറയേണ്ടതെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ അതിൻ്റെ വിശദീകരണം നൽകുകയാണ്. ഈ യഹൂദരുടെ പെസഹാക്കി 4 കാസ, 4 പാനപാത്രം ഉണ്ടായിരുന്നു. അത് 4 പാനപാത്രങ്ങൾ രൂപപ്പെട്ടത് പുറപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം 6ഉം 7ഉം വാക്യങ്ങളുടെ വെളിച്ചത്തിലാണ്. അതാണ് വൈദ്യർ ചോദിച്ച സംശയങ്ങളിൽ മുഖ്യമായത്. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഇല്ലല്ലോ എന്നാണ് ചിലർ സൂചിപ്പിച്ചത്. ചിലർ കമന്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അത് ചിലർ മറുപടിയും കൊടുത്തിട്ടുണ്ട്, സൂക്ഷിച്ചു വായിച്ചാലുണ്ടെന്ന്. അപ്പം ചിലർക്ക് മനസ്സിലായിട്ടുണ്ട്, ചിലർക്ക് മനസ്സിലായിട്ടില്ല. നമുക്ക് ആ വചനം ഒന്നുകൂടി കേൾക്കാം. പുറപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായം 6ഉം 7ഉം വചനങ്ങൾ. ആകയാൽ ഇസ്രായേൽ മക്കളോട് പറയുക, ഞാൻ യാഹ്വയാണ്. ഈജിപ്തുകാർ ചുമത്തിയ നിർബന്ധിത വേലയുടെ ഭാരത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ മോചിപ്പിക്കും. അവരുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ സ്വതന്ത്രരാക്കും. നീട്ടിപ്പിടിച്ചിരിക്കുന്ന ഭുജം കൊണ്ടും മഹാചിട്ടവിധികൾ കൊണ്ടും ഞാൻ നിങ്ങളെ വീണ്ടെടുക്കും. ഞാൻ നിങ്ങളെ എന്റെ ജനമായി സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. ഈജിപ്തുകാരുടെ ദാസ്യത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ഞാനാണ് നിങ്ങളുടെ ദൈവമായ യാഹ്വേ എന്ന് നിങ്ങൾ അറിയും. ഇതാണ് തിരുവചനം. ഇതിൽ 4 പ്രധാനപ്പെട്ട സംഗതികളുണ്ട്. ആ 4 പ്രധാനപ്പെട്ട സംഗതികളുടെ വെളിച്ചത്തിലാണ് 4 പാനപാത്രങ്ങൾ യഹൂദ പെസഹായിൽ രൂപപ്പെട്ടത്. ഈജിപ്തിൽ നിന്ന് പുറപ്പാട് 6-ാമത്തെ അധ്യായമാണ്. 12 മുതൽ നമ്മൾ കാണുകയാണ് ഈജിപ്തിൽ നിന്നും അവർ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എന്താണ് ആ പുറപ്പാടിന്റെ അർത്ഥം? പുറപ്പാടിന്റെ അർത്ഥം ഇപ്പോഴേ കർത്താവ് മോശയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതിന്റെ വെളിച്ചത്തിലാണ് ഈ പെസഹ, പുറപ്പാട് എല്ലാം രൂപപ്പെടുന്നത്. എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? ഈ 4 വാഗ്ദാനങ്ങളാണ് ദൈവമായി യാഹ്വേ കൊടുത്തിരിക്കുന്നത്. 1, ഞാൻ നിങ്ങളെ മോചിപ്പിക്കും. ഈജിപ്തുകാർ ചുമത്തിയ നിർബന്ധിത വേലയുടെ ഭാരത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ മോചിപ്പിക്കും. അതാണ് 1-ാമത്തെ വാഗ്ദാനം. പുറപ്പാട് 6:6. ഈ വചനത്തെ അടിസ്ഥാനമാക്കി പിന്നെ അത് വചനം ഭാഗികമായി പൂർത്തിയായി. ആദ്യത്തെ പാനപാത്രം രൂപപ്പെട്ടു. പെസഹായുടെ ഈ പാനപാത്രം രൂപപ്പെട്ടപ്പോൾ ഈ ഞാൻ നിങ്ങളെ മോചിപ്പിക്കും എന്നതിന് ഞാൻ നിങ്ങളെ വിശുദ്ധീകരിക്കും എന്ന ഒരു അർത്ഥം വന്നു. ഞാൻ നിങ്ങളെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അടിമത്തത്തിൽ മോചിപ്പിക്കുക. അത് രാഷ്ട്രീയമായ അടിമത്തം മാത്രമല്ലല്ലോ. അവർ കൊണ്ടുപോയത് തന്നെ ഒരു ആരാധന സമൂഹമാക്കാൻ വേണ്ടിയാ, രാഷ്ട്രീയ ദേശരാഷ്ട്രമാക്കാൻ വേണ്ടിയല്ല, അല്ലേ? അതുകൊണ്ടാണ് മരുഭൂമിയിൽ പോകണം, അവിടെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി മരുഭൂമിയിൽ പോകണം എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. ഇസ്രായേലിനെ ദൈവത്തെ ആരാധിക്കുന്ന, ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ആരാധന സമൂഹമാക്കാൻ വേണ്ടിയാണ് പുറപ്പാട്. അപ്പൊ അതുകൊണ്ട് ഈ മോചനത്തിന് വിശുദ്ധീകരണം എന്ന അർത്ഥമാണ് കാസയിൽ കൊടുത്തത്. അപ്പൊ 1-ാമത്തെ കാസ, ഞാൻ നിങ്ങളെ മോചിപ്പിക്കും എന്ന വചനത്തെ അടിസ്ഥാനമാക്കി വിശുദ്ധീകരണത്തിന്റെ കാസ, ദ കപ്പ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ എന്ന് കൊടുത്തു. ദ കപ്പ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ. തുടക്കത്തിൽ അത് ദ കപ്പ് ഓഫ് ലിബറേഷൻ ആയിരുന്നു. പക്ഷെ അത് വെറും രാഷ്ട്രീയ വിമോചനമല്ല, ആരാധന സമൂഹമാകുകയാണ് എന്നുള്ള തിരിച്ചറിഞ്ഞപ്പോൾ, ആ തിരിച്ചറിവ് വന്നു കഴിഞ്ഞപ്പോൾ അത് മരുഭൂമിയിലാണ് എത്തിയത്. അപ്പോൾ പെസഹാക്കി ദ കപ്പ് ഓഫ് സാങ്ക്ടിഫിക്കേഷൻ എന്ന കപ്പ് വന്നു. അത് ഈ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് കർത്താവ് തങ്ങളെ വിളിച്ചു കൂട്ടുന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിന് നന്ദി അർപ്പിച്ചുകൊണ്ടും ഈ കാസയെ ദ കപ്പ് ഓഫ് താങ്ക്സ് ഗിവിംഗ് എന്നും വിളിച്ചിരുന്നു, കൃതജ്ഞതയുടെ കാസ എന്നും വിളിച്ചിരുന്നു. വിശുദ്ധീകരണത്തിന്റെ കാസയെ തന്നെയാണ് കൃതജ്ഞതയുടെ കാസ എന്ന് വിളിച്ചിരുന്നത്. വിശുദ്ധീകരിക്കാൻ വേണ്ടി വിളിച്ചുകൂട്ടിയിരിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്ന കാസ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം. ഇതാണ് ആദ്യത്തെ പാനപാത്രം. 2-ാമത്തെ വാഗ്ദാനം എന്താണ്? അവരുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ സ്വതന്ത്രരാക്കും. ഐ വിൽ, ഇല്ലേ? ആദ്യത്തേത് നിങ്ങളെ മോചിപ്പിക്കുമെന്നാണ്. ഐ വിൽ റെസ്ക്യൂ യു. ഇവിടെ ഐ വിൽ ലിബറേറ്റ് യു, ഐ വിൽ ഫ്രീ യു. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകും. ഈ വചനം നിറവേറിയതിനാൽ അതിനെ ആ കാസയെ രക്ഷയുടെ കാസ എന്നാണ് വിളിക്കുന്നത്. റെസ്ക്യൂ, ഐ വിൽ റെസ്ക്യൂ യു.
അപ്പോൾ സാൽവേഷൻ, ഐ വിൽ സേവ് യു എന്നായി ഇല്ലേ. റെസ്ക്യൂ എന്നുള്ളത് ഈജിപ്തിൽ നിന്ന് റെസ്ക്യൂ ചെയ്യുന്നതാണ്, പക്ഷേ ശാശ്വതമായിട്ട് നോക്കിയാൽ അത് രക്ഷയാണ്. അതിനാൽ രക്ഷയുടെ കാസ എന്നതിന് വിളിക്കാൻ തുടങ്ങി. ഈ ഐ വിൽ റെസ്ക്യൂ യു എന്നുള്ള ഐ വിൽ ലിബറേറ്റ് യു അല്ലെങ്കിൽ ഐ വിൽ റെസ്ക്യൂ എന്നാണ് കുറച്ചുകൂടി ഉപയോഗിക്കുന്ന വാക്ക്. ഐ വിൽ റെസ്ക്യൂ യു എന്നുള്ള ആ തിരുവചനത്തെ അടിസ്ഥാനമാക്കി രക്ഷയുടെ കാസ എന്നുള്ള രണ്ടാമത്തെ കാസ, രണ്ടാമത്തെ പാനപാത്രം. അത് ഭാഗികമായി നിറവേറിയത് കാനാൻ ദേശത്തെത്തിയപ്പോഴാണ്. അപ്പോഴും ശരിയായ രക്ഷ വന്നിട്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇതിനെല്ലാത്തിനും യുഗാന്തോന്മുഖമായ ഒരു ലക്ഷ്യമുണ്ട്. ഭാഗികമായിട്ട് അത് കാനാൻ ദേശത്ത് എത്തുമ്പോൾ പൂർത്തിയായെങ്കിലും പൂർണ്ണമായ തോതിൽ അന്ന് പൂർത്തിയായിട്ടില്ല. അത് വരാനിരിക്കുകയായിരുന്നു. ആ ഭാവി അല്ല ഭൂതവും ഭാവിയും വർത്തമാനത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് പെസകാന്ന് അവരുടെ പെസക തിരുനാള്. അപ്പൊ ഭാവി പിന്നീട് നമ്മുടെ കർത്താവ് പൂർത്തിയാക്കി, എന്നിട്ടും കർത്താവ് പറഞ്ഞു ഇനിയും വരാനിരിക്കുന്നു, അവൻ വീണ്ടും വരാനിരിക്കുന്നു. അപ്പൊ ഈ യുഗാന്ത്യോന്മുഖത എപ്പോഴും ഉണ്ട്. പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്. അതങ്ങനെയാണ്. ഈ ഭൂതകാലത്തേക്ക് കെട്ടിയിരുന്ന രീതി ബൈബിളിലില്ല. അങ്ങനെ ഭൂതകാലത്ത് കെട്ടിയിടുകയാണെങ്കിൽ വെറും ചരിത്ര പുസ്തകമായിട്ട് ബൈബിൾ മാറും. അതുകൊണ്ടാണ് ഭൂതത്തെയും ഭാവിയെയും വർത്തമാനത്തെ കൊണ്ടുവന്ന എല്ലാ തിരുനാളുകളും. അത് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. മൂന്നാമത്തത്, അപ്പൊ രക്ഷയുടെ കാസയാണ് രണ്ടാമത്തെ എന്ന് പറയുന്നത്. ഐ വിൽ റെസ്ക്യൂ എന്നുള്ളത് ദ കപ്പ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ കാസിയായിട്ട് രൂപാന്തരപ്പെടുത്തി. മൂന്നാമത്തെ വാഗ്ദാനം എന്താണ് യാഹ്വേയുടെ? ഞാൻ നിങ്ങൾ വീണ്ടെടുക്കും. നീട്ടിപ്പിടിച്ചിരിക്കുന്ന ഭുജം കൊണ്ടും മഹാശിക്ഷവിധികൾ കൊണ്ടും ഞാൻ നിങ്ങൾ വീണ്ടെടുക്കും. ഐ വിൽ റെഡീം യു എന്നാണ്. റെഡീം ടു ബൈ ബാക്ക് എന്നാണ് ശരിക്കാണ് അർത്ഥം. പണം കൊടുത്ത് നമ്മൾ തിരിച്ചെടുക്കുക, വീണ്ടെടുക്കുക. ഇല്ലേ, ആരോ മോഷ്ടിച്ചോണ്ട് പോയി, മോചനദ്രവ്യം കൊടുത്ത് നമ്മൾ ഇല്ലേ വീണ്ടെടുക്കില്ലേ, അതിനെ ഉദ്ദേശിക്കുന്നത്. ആ വാക്കിനർത്ഥം ടു ബൈ ബാക്ക് എന്നാണ്. പണം കൊടുത്ത് തിരിച്ചു വാങ്ങാനാണ്. ആരോ സംഗതിയിൽ കൊണ്ടുപോയിരിക്കുന്നു, അവർക്ക് പണം കൊടുത്തിട്ട് നമ്മൾ തിരിച്ചെടുക്കുന്നു. അതിനെ റെഡീം എന്ന് പറയണേ, വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞേ, റിഡംഷൻ എന്ന് പറയുന്നേ. അപ്പോൾ മനുഷ്യപത്രം വന്നിരിക്കുന്നത് മോചനദ്രവ്യം കൊടുത്ത് വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. അതാണ് മൂന്നാമത്തെ വാഗ്ദാനം, ഐ വിൽ റെഡീം യു. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കി ദ കപ്പ് ഓഫ് റിഡംഷൻ, വീണ്ടെടുപ്പിന്റെ കാസ എന്ന് വിളിച്ചു. പക്ഷെ മൂന്നാമത്തെ കാസയ്ക്ക് മറ്റൊരു പേര് കൂടിയുണ്ട്, ദ കപ്പ് ഓഫ് ദ മെസായ. ഈ വീണ്ടെടുപ്പ് പൂർണ്ണമായിട്ടില്ലെന്നും വരാനിരിക്കുന്ന മിശിക വരുമ്പോഴാണ്, മിശിക വരുമ്പോൾ മാത്രമാണ് അത് പൂർത്തിയാവുക എന്നുമാണ് ഈ മൂന്നാമത്തെ കാസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മിശികയുടെ കാസ എന്നും ഈ മൂന്നാമത്തെ കാസ അറിയപ്പെട്ടു. ദ കപ്പ് ഓഫ് റിഡംഷൻ ഈസ് ദ കപ്പ് ഓഫ് ദ മെസായ എന്നാണ് മിശികയുടെ കാസ. അതിനെ ദ കപ്പ് ഓഫ് ദ ബ്ലെസ്സിംഗ് എന്നും വിളിക്കാറുണ്ട്, ആശീർവാദത്തിന്റെ കാസ. ദ കപ്പ് ഓഫ് ദ ബ്ലെസ്സിംഗ്, മിശിക ആശീർവദിക്കുമെന്ന അർത്ഥത്തിലാണ്, അല്ലെങ്കിൽ ദൈവം ആശീർവദിക്കപ്പെട്ടവനാകട്ടെ, വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്ന അർത്ഥത്തിലും ദ കപ്പ് ഓഫ് ദ ബ്ലെസ്സിംഗ് എന്നതിന് വിളിക്കാറുണ്ട്. നാലാമത്തെ വചനം എന്താണ്? വാഗ്ദാനം എന്താണ്? ഞാൻ നിങ്ങളെ എന്റെ ജനമായി സ്വീകരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കും. ഉടമ്പടിയുടെ പ്രമാണവാക്യമാണിത്. പ്രമാണവാക്യം, സൂത്രവാക്യം, അല്ലെങ്കിൽ ഫോർമുല എന്നൊക്കെ പറയും. ഐ വിൽ ബി യുവർ ഗോഡ്, യു വിൽ ബി മൈ പീപ്പിൾ. ലോകത്തെ എല്ലാ ജനങ്ങളും ദൈവത്തിന്റെ തന്നെയാണ്. പക്ഷേ ഏകസത്യ ദൈവത്തെ തിരിച്ചറിഞ്ഞ് അവന് യോജിച്ച തരത്തിൽ ആരാധന സമർപ്പിക്കുന്നത് ഇസ്രായേൽ മാത്രമായിരുന്നു. അതുകൊണ്ട് ഉടമ്പടി സ്ഥാപിക്കുകയാണ് പ്രമാണവാക്യം. ഐ വിൽ ബി യുവർ ഗോഡ്, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും, നിങ്ങൾ എന്റെ ജനമായിരിക്കും. ഇതിനാണ് തെരഞ്ഞെടുപ്പ്, ഉടമ്പടി എന്നൊക്കെ പറയുന്നത്. ഉടമ്പടിയുടെ പ്രമാണവാക്യമാണിത്. ആ പ്രമാണവാക്യത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നാലാമത്തെ പാനപാത്രം രൂപപ്പെടുത്തിയത്. നിങ്ങൾ എന്റെ ജനം, ഞാൻ നിങ്ങളുടെ ദൈവം. ഈ ഉടമ്പടിയുടെ പ്രമാണവാക്യത്തെ അടിസ്ഥാനമാക്കി നാലാമത്തെ കാസ. ഇതിനെ ഉപസംഹാര പാനപാത്രം, ദ കൺക്ലൂഡിംഗ് കപ്പ് എന്ന് പറയാറുണ്ട്. സ്തുതിയുടെ കാസ, ദ കപ്പ് ഓഫ് പ്രൈസ് എന്ന് പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെ 4 കാസകളാണ്, അല്ലെങ്കിൽ 4 പാനപാത്രങ്ങളാണ് പെസഹായിലുള്ളത്. ഈ 4 വചനങ്ങളുടെയും 4 വാഗ്ദാനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇസ്രായേലിൽ രൂപപ്പെട്ട പാരമ്പര്യമാണ് പറയുന്നത്, വിശുദ്ധ പാരമ്പര്യം. ഈ 4 കാസകളുടെയും ഒരു സൂചന ലൂക്കാസിന്റെ സുവിശേഷത്തിൽ ഉണ്ട്. നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. ലൂക്കാസിന്റെ സുവിശേഷം 22 അധ്യായം 14 മുതൽ 20 വരെ വചനങ്ങൾ. സമയമായപ്പോൾ അവൻ ഭക്ഷണത്തിനിരുന്നു, അവനോടൊപ്പം അപ്പസ്തോലന്മാരും. അവൻ അവരോട് പറഞ്ഞു, ഞാൻ പീഡ അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോട് കൂടെ കഴിക്കാൻ വല്ലാത്ത കൊതിയോടെ ആഗ്രഹിച്ചു. അത് ദൈവരാജ്യത്തിൽ പൂർത്തിയാകുന്നത് വരെ ഞാൻ ഇനി ഇത് ഭക്ഷിക്കുകയില്ലെന്ന് നിങ്ങളോട് പറയുന്നു. പിന്നെ പാനപാത്രമെടുത്ത് കാസയെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവൻ പറഞ്ഞു, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ. ഇത് വാസ്തുവിൽ രണ്ടാമത്തെ കാസയാണ്. ആദ്യത്തെ കാസ കഴിഞ്ഞിട്ടാണ് ഇത് രണ്ടാമത്തെ കാസയിലേക്കാണ് ഈ റെഫറൻസ് എന്ന് പറയണേ. അവൻ പാനപാത്രം എടുത്ത്
കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് പറഞ്ഞു, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിവള്ളിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. 20-ാമത്തെ വാക്യം. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞതിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാകുന്നു. ഇത് 3-ാമത്തെ പാനപാത്രമാണ്. അപ്പൊ 2-ാമത്തെ പാനപാത്രമാണ് വാക്യം 17-ലുള്ളത്. പിന്നെ അവൻ പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് പറഞ്ഞു, ഇത് വാങ്ങി പങ്കിട്ടുകൊള്ളുവിൻ. എന്നിട്ട് പറയാണ്, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിവള്ളിയുടെ ഫലത്തിൽ ഞാൻ കുടിക്കില്ല. അത് 4-ാമത്തെ പാനപാത്രത്തെ കുറിച്ചാണ്. 4-ാമത്തെ പാനപാത്രം ഞാൻ ഇവിടെ വെച്ച് കുടിക്കില്ല എന്ന് പറഞ്ഞതിന് ശേഷം അവൻ അപ്പം എടുത്ത് കുർബാന സ്ഥാപിച്ചു. പിന്നെ 3-ാമത്തെ കാസ എന്ന് പറയുന്ന പാനപാത്രം എടുത്ത് വീഞ്ഞെടുത്ത് പുതിയ ഉടമ്പടിയാകുന്ന രക്തത്തിലുള്ള ഉടമ്പടിയാകുന്ന വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അപ്പവും അല്ലേ, അപ്പം ഇതെന്റെ ശരീരമാണ് അല്ലേ, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണെന്ന് അപ്പത്തെക്കുറിച്ചും, ഇത് ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന അതിന്റെ താഴായിട്ടുള്ള ചൊരിയുന്നത് കുരിശിലാണ്, നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എന്റെ രക്തത്തിൽ പുതിയ ഉടമ്പടി. അപ്പൊ 3-ാമത്തെ കാസ, മിശികായുടെ കാസ, വരാനിരുന്ന മിശിക എന്ന് യഹൂദന്മാര് കണക്കാക്കിയത്, കർത്താവ് പറയാണ്, ഇനി വരാനിരിക്കുന്ന മിശിക അല്ല, വന്നു കഴിഞ്ഞ മിശിക. ആ 3-ാമത്തെ കാസ, മിശികയുടെ കാസ എടുത്ത് ഇത് മിശിക വന്നു കഴിഞ്ഞെന്നും ആ മിശിക വെറും ഒരു രാജാവല്ല, വെറും ഒരു ക്രിസ്തുവല്ല, ദൈവം തന്നെയായ പുത്രനാണ്. അതുകൊണ്ട് അവൻ അവന്റെ തന്നെ ജീവൻ നൽകുകയാണ്. അതാണ് ഈ പറഞ്ഞത്, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാകുന്നു. ഇതാണ് കർത്താവ് ചെയ്തത്. അപ്പൊ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ 18-ാമത്തെ വാക്യത്തില് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നത് വരെ മുന്തിരിവള്ളിയുടെ ഫലത്തിൽ ഞാൻ കുടിക്കുകയില്ല എന്ന്. അത് 4-ാമത്തെ പാനപാത്രത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് 4-ാമത്തെ പാനപാത്രം ഞാൻ ഇവിടെ വെച്ച് കുടിക്കില്ല എന്ന് കർത്താവ് പറഞ്ഞത്? 4-ാമത്തെ പാനപാത്രം ഞാൻ ഇവിടെ വെച്ച് കുടിക്കില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ട്? അതായത് ഉപസംഹാര പാനപാത്രം അല്ലെങ്കിൽ സ്തുതിയുടെ കാസ ഞാൻ അന്ത്യത്താഴത്തിൽ വെച്ച് കുടിക്കില്ല എന്ന് കർത്താവ് പറഞ്ഞത് എന്തുകൊണ്ട്? 2, എപ്പോഴാണ് ഈ 4-ാമത്തെ കാസ അവൻ കുടിച്ചത്? എപ്പോഴാണ് ഈ 4-ാമത്തെ കാസ അവൻ കുടിച്ചത്? ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് വേണ്ടത്. നാലാമത്തെ കാസ കുടിക്കാതെയാണ് ഒലിവുമലയിലെ ഗെത്സമൻ തോട്ടത്തിലേക്ക് പോയതെന്ന സൂചന ആ ഗെത്സമൻ തോട്ടത്തിലുണ്ട്. അവിടെ വെച്ച് കർത്താവ് പുത്രൻ തമ്പുരാൻ ദൈവപിതാവിനോട് പറഞ്ഞു, നിനക്കെല്ലാം സാധ്യമാണല്ലോ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം, ഈ കാസ, മരണമെന്ന കാസ നീങ്ങിപ്പോകണമേ. മർക്കോസ് 15:36. അപ്പോൾ ഈ 4-ാമത്തെ പാനപാത്രം ഞാനിപ്പോ കുടിക്കില്ല എന്നും പറഞ്ഞ് കർത്താവ് സ്തോത്രമൊക്കെ ചൊല്ലി കുർബാന സ്ഥാപിച്ചു കഴിഞ്ഞ് സ്തോത്രം ചൊല്ലി ഒലിവുമലയിലേക്ക് പോയി. അവിടെ വെച്ച് കാസാന്ന് വീണ്ടും വാക്ക് വരികയാണ്. ആ വാക്ക് വരികയാണ് 4-ാമത്തെ കാസയെക്കുറിച്ച്. അത് ഈ ഉപസംഹാരത്തിന്റെ കാസയാണ്. അപ്പൊ ഉപസംഹാര കാസ എന്ന് പറഞ്ഞത് ബലിയുടെ കാസയാണ്. ബലിയുടെ കാസ മാറ്റിത്തരണമേ എന്നാണ് പുത്രൻ തമ്പുരാൻ രക്തം വീർത്ത് പിതാവിനോട് പറയുന്നത്. മർക്കോസ് 15:36. ഈ പാനപാത്രം കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കിത്തരണമേ. മരണമെന്ന കാസയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ബലി എന്ന കാസയാണത്. പെസഹായുടെ ബലി, പെസഹായിലെ ബലി, അതാണ് മരണം. ആ പാനപാത്രം നീക്കിക്കളയാൻ കഴിയില്ലെന്ന് ദൈവപിതാവ് വ്യക്തമാക്കി. ഒരു 3-4 മണിക്കൂർ സംഘർഷമുണ്ട്. രക്തം വീർത്താണ് പുത്രൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അവസാനം അങ്ങയുടെ ഹിതം ഇതാണെങ്കിൽ, പിതാവിന്റെ ഹിതം ഈ പാനപാത്രം ഞാൻ കുടിക്കണമെന്നാണെങ്കിൽ ഞാനത് കാസ പാനം ചെയ്യാം എന്ന വാക്ക് കൊടുക്കുകയാണ് പിതാവിന് പുത്രൻ. മർക്കോസ് 14:36. ഇത് നിവൃത്തിയില്ലെങ്കിൽ, മാറ്റാൻ നിവൃത്തിയില്ലെങ്കിൽ ഞാനത് കുടിക്കാം. അപ്പൊ അത് അത്ര എളുപ്പമായിരുന്നില്ല. ഈ ബലിയുടെ കാസ, പെസഹായ ബലിയുടെ കാസ കുടിക്കുക, 4-ാമത്തെ കാസ കുടിക്കുക എന്നുള്ളത് എളുപ്പമായിരുന്നില്ല. അങ്ങനെ പുത്രൻ പിതാവിനോട് പറഞ്ഞു, ഞാൻ ഈ ബലിയുടെ കാസ, പെസഹ ബലിയുടെ കാസ ഞാൻ പാനം ചെയ്യാം. ഓർക്കുക, അന്ത്യത്താഴം ആ സഹീൻ ഊട്ടുശാലയിൽ വെച്ച് പൂർത്തിയാകുന്നില്ല. അത് കുരിശിലാണ് പൂർത്തിയാകുന്നത്. അവിടെയാണ് ദൈവരാജ്യം സുനിശ്ചിതമായി ഭൂമിയിൽ വരുന്നത്. അപ്പോൾ ഞാൻ 4-ാമത്തെ കാസ പാനം ചെയ്യാമെന്നാണ് പുത്രൻ തമ്പുരാൻ അന്ത്യത്താഴത്തിൽ വെച്ച് പറഞ്ഞു. ഇപ്പോൾ ദൈവപിതാവിന് വാക്ക് കൊടുത്തു. കാൽവരലിക്കല വഴിയിൽ വെച്ച് ക്രൂശാരോഹണത്തിന് മുൻപ് അവര് മീറ കലർത്തി വീഞ്ഞ് യേശുവിന് കൊടുത്തു. മർക്കോസിന്റെ സുവിശേഷം 15:23. ക്രൂശാരോഹണത്തിന് മുമ്പ് കാൽവരലിക്കല വഴിയിൽ വെച്ച്
മീറ കലർത്തി വീഞ്ഞു കൊടുത്തു. കർത്താവ് അത് കുടിക്കാൻ സമ്മതിച്ചില്ല. എന്തേ? ദൈവരാജ്യം വരുവോളം അതിൽ നിന്ന് കുടിക്കുകയില്ലെന്ന് അവൻ വാക്ക് പറഞ്ഞിരുന്നു അന്ത്യത്താഴത്തില്. അതുകൊണ്ടാണ് ക്രൂശാരോഹണത്തിന് മുൻപ് കുരിശന്റെ വഴിയിൽ വെച്ച് മീറ കലർത്തി വീഞ്ഞ് 4ാമത്തെ പാനപാത്രമായി 4ാമത്തെ കാസയായി കൊടുത്തപ്പോൾ കർത്താവ് കുടിച്ചില്ല, കുടിക്കാൻ വിസമ്മതിച്ചു. എന്നാൽ കുരിശിൽ വെച്ച് മരണനിമിഷത്തില് ഇനി ഒരു സെക്കൻഡ് കൂടി ഉള്ളൂ മരിക്കാൻ. ആ സമയത്ത് കർത്താവ് പറയാണ്, എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. യോഹന്നാൻ 19:30 എനിക്ക് ദാഹിക്കുന്നു. അത് 4ാമത്തെ പാനപാത്രത്തിന് വേണ്ടിയുള്ള ദാഹമാണ്. അതായത് പിതാവിനെ കൊടുത്ത് വാക്ക് പാലിക്കാൻ പെസഹ ബലി, ആ പെസഹ ബലി എന്ന മരണം എന്ന കാസ കുടിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നു. അത് കുടിക്കാനായിട്ട് പറയാണ്, എനിക്ക് സമയമായി, എനിക്ക് ദാഹിക്കുന്നു. 4ാമത്തെ പാനപാത്രം കുടിക്കാനുള്ള സമയമായി. പെസഹ ബലിയുടെ പാനപാത്രം കുടിക്കാനുള്ള സമയമായി. പെസഹ ബലി ഉപസംഹരിക്കാനുള്ള കാസ കുടിക്കാനുള്ള സമയമായി. എനിക്ക് ദാഹിക്കുന്നു. അവന് പുളിച്ച വീഞ്ഞ്, മുന്തിരിവള്ളിയുടെ അനുഭവമായ മുന്തിരിവള്ളിയുടെ ഫലമായി വീഞ്ഞ് കൊടുത്തു. യോഹന്നാൻ 19:30 അത് 4ാമത്തെ കാസയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് രുചിച്ചു കർത്താവ്. ഈ മീറകലത്ത് വീഞ്ഞ് വഴിയിൽ വെച്ച് കുടിക്കാൻ വിസമ്മതിച്ച കർത്താവ് മരണനിമിഷത്തിൽ ഈ 4ാമത്തെ കാസ കുടിച്ചു. എന്നിട്ട് പറഞ്ഞെന്താണ്? എല്ലാം നിവൃത്തിയായിരിക്കുന്നു. എല്ലാം നിവൃത്തിയായി. എവറിത്തിങ് ഇസ് അക്കോംപ്ലിഷ്ഡ്. ചിലപ്പോൾ നമ്മൾ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് തർജ്ജമ ചെയ്യാറുണ്ട്. എല്ലാം കഴിഞ്ഞു, എല്ലാം അവസാനിച്ചു, എല്ലാം നിവൃത്തിയായെന്നാണ് കുറച്ചുകൂടി. എല്ലാം പൂർത്തിയായി, എല്ലാം ഇല്ലേ, അങ്ങനെയൊക്കെ പറയാം. ലത്തീനില് കൊൺസിമാത്തും എസ്ത് എന്നാണ്. കൊൺസിമാത്തും എസ്ത്, കോൺസുമേറ്റ് എന്ന് പറയില്ലേ, കോൺസുമേറ്റഡ്. എൻ്റെ ഒരു പുസ്തകത്തിന്റെ പേരാണ് ഇറ്റ്സ് കോൺസുമേറ്റഡ്. ബന്ധപ്പെട്ട് കഴിഞ്ഞതാണ് ശരിക്കും ആക്ഷരികം. ബന്ധപ്പെട്ട് കഴിഞ്ഞു. കോൺസുമാത്തും അല്ലെ, ഇപ്പം ഒരു വിവാഹത്തില് കോൺസുമേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടതാണ്. കല്യാണം കഴിഞ്ഞുകൊണ്ട് കല്യാണം പള്ളിയിൽ വെച്ച് നടന്നുകൊണ്ടായില്ല. കോൺസുമേഷൻ നടക്കുന്നത് വീട്ടിലാണ്. ആദ്യ രാത്രിയോ വേറെ രാത്രിയോ അവർ ലൈംഗികമായി ബന്ധപ്പെടുമ്പോഴാണ് കല്യാണം കോൺസുമേറ്റഡ് ആവുന്നത്. ആ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കോൺസുമാത്തും എസ്ത് എന്നാണ് ലത്തീനില്. ബന്ധപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ആക്ഷരികം. സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. അത് ഈ പെസഹ ബലി കൊണ്ടാണ്, 4ാമത്തെ കാസ കുടിക്കുമ്പോഴാണ്. വാസ്തവത്തിൽ ഈ വാക്ക് കോൺസുമാത്തുമെസ് എന്നുള്ള വാക്ക് ലിറ്റർജിയിലെ ഒരു വാക്കാണ്. ലിറ്റർജിയുടെ ഭാഷയാണത്. ദൈവരാജ്യം സുനിശ്ചിതമായി ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ആ വാക്കിനർത്ഥം. സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞു. സ്വർഗം ഭൂമിയിൽ വന്നു കഴിഞ്ഞു. സ്വർഗരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. സ്വർഗരാജ്യം ഇല്ലേ വരുവോളം ഞാൻ കുടിക്കില്ലെന്നാ പറഞ്ഞേ. ഇപ്പൊ വന്നു കഴിഞ്ഞു. അപ്പൊ അത് കുടിച്ചുകൊണ്ടാണ് വരുന്നത്. അതായത് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറയുന്നത് ദൈവരാജ്യം ഇത് ഭൂമിയിൽ എത്തിക്കഴിഞ്ഞു എന്ന് ഉറപ്പുള്ള സമയത്താണ് കർത്താവ് പറഞ്ഞത്, എനിക്ക് ദാഹിക്കുന്നു, ഇപ്പൊ കുടിക്കാൻ തരിക. ദൈവരാജ്യം ഭൂമിയിൽ എത്തി. ദൈവരാജ്യം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. ദൈവവും മനുഷ്യരും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു, ബന്ധപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ടാണ് കുരിശിൽ വെച്ച് 4ാമത്തെ കാസ കുടിക്കുന്നത്, പാനപത്രം കുടിക്കുന്നത്. എന്തൊക്കെയാണ് കർത്താവ് ഇതിലൂടെ ആവിഷ്കരിക്കുന്നത്? അന്ത്യത്താഴവും കാൽവരിയും തമ്മില്, കുരിശും ദൈവരാജ്യവും തമ്മില്, വിശുദ്ധ കുർബാനയും കുരിശും തമ്മില് നേരിട്ട് ബന്ധിപ്പിക്കുക. അന്ത്യത്താഴം അതിൽ തന്നെ അപൂർണമാണ്. യേശു കുരിശിൽ മരിക്കുകയും അന്ന് തന്നെ കബറടക്കപ്പെടുകയും ആ കബറടത്തിൽ നിന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും അങ്ങനെ അതിലൂടെ പുതിയ ജനസുള്ള ജീവനിൽ കടക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് അന്ത്യത്താഴത്തിലും വിശുദ്ധ കുർബാനയിലും അവന് സ്വന്തം മാംസരക്തങ്ങൾ, അവന്റെ രൂപാന്തരം എന്ന സ്വത്വം തന്നെ, പ്രാണൻ തന്നെ നമുക്ക് ഭക്ഷണപാനീയങ്ങളായി നൽകാൻ കഴിയുന്നത്. ഇതുകൊണ്ടാണ് യോഹന്നാൻ 6:63, നമ്മളിപ്പോൾ അതിൽ കടക്കുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല, അതൊക്കെ കർത്താവോട് പറയുന്നതിന് കാരണം അതാണ്. അതായത് ജീവദായകനായ ആത്മാവായി അവൻ മാറിയത് കൊണ്ട് മാത്രമാണ് അവൻ അന്ത്യത്താഴത്തിൽ ഇതെന്റെ ശരീരമാണ്, ഇതെന്റെ രക്തമാണെന്ന് പറയാൻ കഴിഞ്ഞത്. ഇപ്പൊ നമുക്ക് അവന്റെ മാംസരക്തങ്ങള് നമുക്ക് ഭക്ഷണപാനീയങ്ങൾ നൽകാൻ കഴിയുന്നത്. അത് കുരിശിലൂടെ കടന്നുപോയി കബറടക്കത്തിലേക്ക് പോയി, അല്ലെ പാതാളത്തിലേക്ക് ഇറങ്ങി സ്വർഗത്തിലേക്ക് ഉയർന്നു. അങ്ങനെ ഉയർത്തപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അവർ കഴിയുന്നത്. ഇതുകൊണ്ടാണ് ശ്രീബുദ്ധനോ ശ്രീകൃഷ്ണനോ ശ്രീരാമനോ മുഹമ്മദിനോ ആർക്കും തന്നെ ഈ കുർബാന സ്ഥാപിക്കാനും പറ്റില്ല, അവർക്ക് ഈ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കാനും പറ്റില്ല. കാരണം അവരാരും തന്നെ ജീവന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല, മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തിട്ടില്ല. ഇതുകൊണ്ട് നമ്മൾ യേശു ഏകരക്ഷകനെന്ന് പറയുന്നത് ഈ സത്യത്തിന്റെ വെളിച്ചത്തിലാണ്, അല്ലെങ്കിൽ നമ്മുടെ അഹങ്കാരമൊന്നുമല്ല. മറ്റു മതങ്ങൾ മോശമായത് കൊണ്ടല്ല, പക്ഷെ അത് അപൂർണമാണ്.
സ്വർഗത്തിലേക്ക് പോകാനും നിത്യജീവൻ പ്രാപിക്കാനും മരണാന്തര ജീവൻ പ്രാപിക്കാനും ആ മതങ്ങൾക്ക് കഴിവില്ല, നൽകാനുള്ള കഴിവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഏക വഴി, പല ട്രാക്കുകളുണ്ട് വഴിയിൽ, അവർക്ക് സൈഡ് റോഡിൽ, ഈ സർവീസ് റോഡിലാണ്. മെയിൻ പാതയിലേക്ക് വന്നാലാണ് ഈ പറഞ്ഞ അമരത്വം പ്രാപിക്കാൻ പറ്റും. ഈ കാരണം കൊണ്ട് അന്ത്യത്താഴവും കുരിശുമരണവും സ്വർഗത്തിൽ നടക്കുന്ന ദിവ്യ കുഞ്ഞാടിന്റെ കല്യാണ വിരുന്നുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വർഗവും ഭൂമിയും തമ്മിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞെന്നുള്ള കർത്താവ് പറഞ്ഞത്. സ്വർഗത്തിൽ നടക്കുന്ന കല്യാണ വിരുന്ന്, വെളിപാട് പുസ്തകം 19 അധ്യായം. ആ കല്യാണ വിരുന്നിന് മുൻ ആസ്വാദനമാണ് അന്ത്യത്താഴത്തില്. അതിന്റെ മുൻ ആസ്വാദനം തന്നെയാണ് കുരിശിലും. കുരിശിൽ കിടക്കുന്ന കർത്താവിന്റെ പാർശ്വം പിളർന്ന് പരിശുദ്ധ റൂഹ എന്ന ജീവജലവും മനുഷ്യരക്ഷ എന്ന ജീവരക്തവും പുറപ്പെടുന്നു. സ്ലീവയിൽ നിന്ന് സ്വർഗീയ വിരുന്ന്, ജീവജലവും ജീവരക്തവും പുറപ്പെടുന്നു, ഒഴുകുന്നു. കുരിശിൽ നിന്ന് നൽകപ്പെടുന്നത് സ്വർഗത്തിൽ ദിവ്യകുഞ്ഞാടിന്റെ കല്യാണത്തിന് വിളമ്പുന്ന ഭക്ഷണമാണ്. ആ ജീവജലത്തിലാണ് നാം സ്നാനപ്പെടുന്നത്. പമ്പയിലും പെരിയാറിലെയും ഭാരതപ്പുഴയിലും വെള്ളത്തിലല്ല. ആ ജീവരക്തം നാം വിശുദ്ധ കുർബാനയിൽ സ്വീകരിക്കുന്നു. ഇക്കാരണങ്ങളാൽ ഇതെന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവനെന്ന് പറയുമ്പോൾ അവന്റെ കുരിശ് മരണമാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്, അന്ത്യത്താഴമല്ല. 1 കൊരിന്ത്യർ 11:26. കാരണം ഇതെല്ലാം ചേരുന്നതാണ് പെസഹ ബലി, അന്ത്യത്താഴം മാത്രമല്ല. അതിനാൽ അന്ത്യത്താഴത്തെ കുരിശിൽ നിന്ന് വേർപ്പെടുത്തരുത് എന്ന് കാണിക്കാനും, അന്ത്യത്താഴത്തില് 3 പാനപാത്രങ്ങൾ ആസ്വദിച്ച കർത്താവ് 4ാമത്തെ പാനപാത്രം, ഉപസംഹാര പാനപാത്രം, സ്തുതിയുടെ പാനപാത്രം, പെസഹ ബലിയുടെ പാനപാത്രം കുരിശിൽ വെച്ച് പാനം ചെയ്യുകയുമാണ്. അന്ത്യത്താഴത്തിൽ നിന്ന് കുരിശിലേക്ക് എത്തണമെന്നർത്ഥം. അതുകൊണ്ടാണ് ഞാൻ ഈ വട്ടം കൂടിയിരുന്നുള്ള കുർബാന, മുഖാഭിമുഖ കുർബാന, അത് അന്ത്യത്താഴത്തിന്റെ ഓർമ്മയാണെന്ന് പറഞ്ഞുള്ള പാഷാണ്ഡത സ്വീകരിക്കരുത് ഞാൻ പറയുന്നത് തിരുവചനങ്ങളുടെ വെളിച്ചത്തിലാണ്. നിങ്ങൾക്കിത് ഖണ്ഡിക്കാൻ പറ്റുമെങ്കിൽ ഖണ്ഡിക്കുക. അല്ലാതെ ഈ വട്ടം കൂടിയിരുന്ന് മുഖാഭിമുഖം കുർബാന അർപ്പിക്കുന്നതാണ് 2 പത്യം സൂനോദസ് ചൈതന്യം എന്ന് പറഞ്ഞാൽ അത് തിരുവചനങ്ങൾക്കെതിരാകും. തിരുവചനങ്ങൾക്കെതിരെ 2 പത്യം സൂനോദസ് പഠിപ്പിക്കൂല. അന്തിമ പെസഹ കുഞ്ഞാടാണ് യേശു, യഥാർത്ഥ പെസഹ കുഞ്ഞാട്. അതൊരു മൃഗമല്ലല്ലോ, ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ഊനമറ്റ ദിവ്യ കുഞ്ഞാട്. ആ കുഞ്ഞാട് അറുക്കപ്പെടുന്നത് അന്ത്യത്താഴത്തിലല്ല, കുരിശിലാണ്. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. 1 കൊരിന്ത്യർ 5:7. ദൈവരാജ്യം കുരിശിൽ വരുന്നതോടെ പഴയ പെസഹ പുതിയ പെസഹയിലേക്ക് കടന്നിരിക്കുന്നു. ചുരുക്കത്തില് അവന്റെ കുരിശുമരണം മാത്രമാണ് യഥാർത്ഥ പെസഹ ബലി. ഒരിക്കൽ മാത്രം അർപ്പിക്കപ്പെട്ടതെങ്കിലും എന്നേക്കും നിലനിൽക്കുന്ന ബലി എന്ന് കർത്താവ് വെളിപ്പെടുത്തുകയാണ്. മുന്തിരിവള്ളിയുടെ ഫലത്തിൽ ഞാൻ ഇവിടെ വെച്ച് കുടിക്കില്ല, 4ാമത്തെ ക്ലാസ് ഞാനിപ്പോ കുടിക്കില്ല, അത് കുരിശിലേക്ക് കുടിക്കൂ എന്ന് പറയുമ്പോൾ. പക്ഷെ അത് കുടിക്കാൻ അത്ര എളുപ്പമായിരുന്നില്ല. അതുകൊണ്ടാണ് പുത്രനും പിതാവും തമ്മിലുള്ള ഈ സംഘർഷം ഒലിവ് തോട്ടത്തിൽ വെച്ച് നടക്കുന്നത്. പക്ഷെ അവിടെ വെച്ച് സമ്മതിച്ചു, 4ാമത്തെ കാസ ബലിയുടെ കാസ ഞാൻ കുടിച്ചോളാം. പക്ഷെ അത് ആ സമയത്തെ കുടിക്കൂ, ദൈവരാജ്യം ഭൂമിയിൽ വരുന്ന സമയത്തെ കുടിക്കൂ. അതുകൊണ്ടാണ് കുരിശിന്റെ വഴിയിൽ വെച്ച് കുടിക്കാതെ കുരിശ് മരിക്കുന്ന തൊട്ട് മുമ്പ് കുടിക്കുന്നത്. കുരിശാകുന്ന ബലിത്തറയിൽ വെച്ച് യേശു എന്ന ദിവ്യ കുഞ്ഞാട് അറക്കപ്പെട്ടതിലൂടെ നമുക്ക് വിമോചനം, സ്വാതന്ത്ര്യം, രക്ഷ, വീണ്ടെടുപ്പ് എന്നിവ ലഭിക്കുകയും നാം ദൈവത്തിൻ്റെതാവുകയും ദൈവം നമ്മുടേതാവുകയും ചെയ്തു. ആ ഓഹരിയിൽ ഇപ്പൊ പങ്ക് നൽകുകയാണ്. ഈ പങ്ക് നൽകുന്ന മണിക്കൂറാണ് വിശുദ്ധ കുർബാന. ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുക. കുരിശാകുന്ന ബലിത്തറയിൽ വെച്ച് യേശു എന്ന ദിവ്യകുഞ്ഞാട് അറക്കപ്പെട്ടതിലൂടെ നമുക്ക് ലഭിച്ച വിമോചനം, രക്ഷ, വീണ്ടെടുപ്പ്. പെസഹയുടെ 3 കാസുകൾ ഞാൻ പറഞ്ഞില്ലേ, ആ 3 അതൊക്കെയാണ് ലഭിച്ചത്, അതൊക്കെയാണ് കർത്താവ് നേടിയത്. ആ നേട്ടത്തില് അവൻ നേടിയ സംഗതിയില്, ആ പെസഹായില് ഇപ്പോൾ നമുക്കൊരു ഓഹരി നൽകുന്ന മണിക്കൂറാണ് വിശുദ്ധ കുർബാന. എന്ന് വെച്ചാൽ അവന്റെ 4ാമത്തെ കാസയിൽ നിന്ന് പാനം ചെയ്യാൻ നമ്മയും അനുവദിച്ചിരിക്കുകയാണ് വിശുദ്ധ കുർബാനയില്. അവന്റെ 4ാമത്തെ കാസയിൽ നിന്ന് പാനം ചെയ്യാൻ നമ്മയും അനുവദിച്ചിരിക്കുന്നു. ഇതാണ് വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാനയെ നിഷേധിക്കുന്ന പ്രൊട്ടസ്റ്റന്റുകാരും യഹോവ സാക്ഷികളും പെന്തക്കോസ്തക്കാരും ദൈവസഭക്കാരും ഒക്കെ എത്രയോ വലിയ നഷ്ടമാണ് അനുഭവിക്കുന്നത് അറിയാമോ? നഷ്ടമാണ് അനുഭവിക്കുന്നത്. ഈ അന്ത്യത്താഴത്ത് ഇറങ്ങിപ്പോയ യൂദാസിനെ പോലെയാണ് അവര്. കുരിശിലേക്ക് വന്നില്ലേ യൂദാസ്, കുർബാനയിലേക്ക് വരുന്നില്ല ഇവര്.
സ്വർഗരാജ്യത്തിൽ ദിവ്യകുഞ്ഞാടിന്റെ വിരുന്നിൽ നൽകപ്പെടുന്ന കാസയിൽ നിന്ന് പാനം ചെയ്യാനുള്ള ക്ഷണമാണിത്. ഇപ്പൊ പാനം ചെയ്യാൻ ക്ഷണമാണിത്. അപ്പോൾ നാം സ്വീകരിക്കുന്നത് മുന്തിരിവള്ളിയുടെ ഫലമായി വീഞ്ഞല്ല, സാക്ഷാൽ മുന്തിരിവള്ളിയായ യേശുവിന്റെ ജീവരക്തമാണ്. സാക്ഷാൽ മുന്തിരിവള്ളി, യോഹന്നാൻ 15:1. അവന്റെ സ്വത്വമാണ്, അവന്റെ പ്രാണനാണ്. നമ്മളിങ്ങനെ സാപ്പ് ഇല്ലേ, മുന്തിരി ഇല്ലേ, ഈ ചെടികൾ വളരുന്നത് ഇങ്ങനെ സാപ്പ് ഇങ്ങനെ എടുത്തിട്ടല്ലേ, ആ സാപ്പ് മുന്തിരിവള്ളിയുടെ സാപ്പാണ് നമുക്ക് നൽകുന്നത്, സാക്ഷാൽ മുന്തിരിവള്ളിയുടെ. ഇത് യോഗ്യതയോടെ കുടിക്കുന്നതിലൂടെയാണ് നാം അവന്റെ ശാഖയായി ഫലം ചൂടുന്നത്. അപ്പോൾ ദൈവരാജ്യം നമ്മിലേക്കും നമ്മളുടെ ലോകത്തിലേക്കും വരികയാണ്. 4ാമത്തെ കാസയിൽ നിന്ന് കുടിക്കാനുള്ള ക്ഷണമാണ് വിശുദ്ധ കുർബാന. അവൻ കുടിച്ച 4ാമത്തെ കാസ, ആ കാസ അവൻ കുടിച്ചപ്പോൾ അവന്റെ പാർശ്വം പിളർന്ന് രക്തവും വെള്ളവും ഒഴുകി. അതിൽ പങ്കുചേരാനുള്ള ക്ഷണമാണ് നമുക്ക് നൽകപ്പെടുന്നത്. നമ്മുടെ പരമ്പരാഗത രീതി അനുസരിച്ച് ദുഃഖവെള്ളിയാഴ്ച കുർബാന സ്വീകരിക്കുന്ന രീതിയില്ല. പക്ഷേ അന്നാണ് ഈ 4ാമത്തെ കാസ പാനം ചെയ്യാനായിട്ട് കർത്താവ് ക്ഷണിച്ചത്. അത് എന്തുകൊണ്ടാണ് നമ്മുടെ പാരമ്പര്യത്തിൽ ഇല്ലാത്തത് എന്ന കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞങ്ങളെ പഠിപ്പിച്ച ചേടിയച്ചൻ പറഞ്ഞിരിക്കുന്നത് ആ പാരമ്പര്യം ഒരുപക്ഷെ മാറ്റേണ്ട പാരമ്പര്യമാണ് എന്നൊക്കെയാണ്. ശരിയോ തെറ്റെന്ന് എനിക്ക് അറിഞ്ഞോളൂ. അതൊക്കെ സുറിയാനി പാരമ്പര്യം അറിയുന്നവർ, കൃത്യമായിട്ട് അറിയുന്നവർ പഠിപ്പിക്കട്ടെ. നമുക്ക് അത് സഭയ്ക്ക് ഒരു കാരണം ഉണ്ടാകും അങ്ങനെയൊക്കെ ചെയ്യുന്നതിന്, കൃത്യമായ കാരണം ഉണ്ടാകാം. എനിക്ക് ആ പാരമ്പര്യം അറിയില്ല. പക്ഷേ ഈ ദുഃഖവെള്ളിയുടെ അർത്ഥം ഇതാണ്: 4ാമത്തെ കാസയിൽ നിന്ന് കുടിക്കുക. ആ 4ാമത്തെ കാസയിൽ നിന്ന് കുടിക്കാനുള്ള ക്ഷണമാണ്. കർത്താവ് 4ാമത്തെ കാസ കുടിച്ചപ്പോൾ, പെസകാബലി പൂർത്തിയായപ്പോൾ അവന്റെ പാർശ്വം പിളർന്ന് അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകി, പരിശുദ്ധ റൂഹായും പിന്നെ മനുഷ്യരക്ഷയും ഒഴുകി. അതാണ് ഈ പറഞ്ഞ മാമോദിസയും വിശുദ്ധ കുർബാനയും. അത് കുടിക്കുമ്പോൾ സാക്ഷാൽ മുന്തിരിവള്ളിയായ യേശുവിന്റെ ജീവജലവും ജീവരക്തവും കുടിച്ച് അവന്റെ ശാഖയായി അവന്റെ ഫലം ചൂടാനായിട്ട് നമ്മൾ തയ്യാറാവുകയാണ്. അപ്പോൾ നമ്മിലേക്ക് ദൈവരാജ്യം വരികയും നമ്മിലൂടെ മറ്റുള്ളവർക്ക് ദൈവരാജ്യം വരികയുമാണ്. ഇപ്പൊ കാര്യം മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഈ 4ാമത്തെ കാസ ഞാൻ അന്ത്യത്താഴത്തിൽ വെച്ച് കുടിക്കില്ലെന്നും, പിന്നെ ആ കാസയെക്കുറിച്ച് ഗെത്സമൻ തോട്ടത്തിൽ പിതാവുമായി ചർച്ച ചെയ്തു. കുരിശന്റെ വഴിയിൽ വെച്ചിട്ടും കുടിച്ചില്ല, കുരിശിൽ വെച്ച് 4ാമത്തെ കാസ കുടിച്ചു. എന്നിട്ട് 4ാമത്തെ കാസിൽ പങ്കുതരാനായിട്ട്, നമുക്ക് പങ്കുതരാനായിട്ട് അവന്റെ തന്നെ പാർശ്വം പിളർന്ന് ചുരത്തി, ജീവജലവും ജീവരക്തവും ചുരത്തി. ഇതിനേക്കാളും ഇനി സംശയം ഉണ്ടാകില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അച്ഛന്മാർക്കെല്ലാം ഇത് ബോധ്യമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റുള്ളവർക്കും ബോധ്യമാകും. ഞാൻ ആവശ്യപ്പെടുകയാണ്, 2, 3, 4, 5 പ്രാവശ്യം കേൾക്കണം, എന്നിട്ട് തിരുവചനങ്ങൾ വായിക്കണം. ഒരാൾ പറഞ്ഞു ഇത് മുഴുവൻ വൈരുദ്ധ്യങ്ങൾ ഇല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപോലെ എഴുതിയിട്ടില്ല. ഒരുപോലെ ആരെങ്കിലും എഴുതുമോ? നമ്മളിപ്പോൾ ഇന്നത്തെ പത്രം എടുത്ത് നോക്കുക. ഇന്നത്തെ പത്രം ഇന്നലെ സംഭവിച്ച കാര്യങ്ങൾ എല്ലാ പത്രം ഒരുപോലെ എഴുതുക അല്ല. ഓരോരുത്തരും കാണുന്ന വീക്ഷണം വ്യത്യാസമില്ലേ? അപ്പൊ അത് വ്യത്യാസപ്പെട്ടിരിക്കണ്ടേ? എല്ലാവരും ഒരുപോലെ എഴുതി കഴിഞ്ഞാൽ അപ്പൊ അതിനർത്ഥം അത് തട്ടിപ്പാന്നല്ലേ? ഇതിലത്തെ ഓരോരുത്തരും ഒരു സംഭവത്തിൽ ഓരോരുത്തരും കാണുന്ന ദൈവശാസ്ത്ര വശങ്ങളുണ്ട്. അതിനവർ ഊന്നൽ കൊടുത്തിരിക്കുന്നു. ഒരു വൈരുദ്ധ്യം, ഞാൻ ബൈബിൾ മൊത്തം വ്യാഖ്യാനിച്ചിട്ട് ഒരു വൈരുദ്ധ്യം ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. പ്രോപ്പറായിട്ട് വ്യാഖ്യാനിച്ചാല് ഓരോരുത്തരും കാണുന്ന ദൈവശാസ്ത്രം കാണാൻ പറ്റാതെ ഇത് വൈരുദ്ധ്യമാണ്, മുഴുവൻ തെറ്റാണ്, കള്ളക്കഥയാണെന്നൊക്കെ പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ ദൈവത്തിനും വിശ്വസിക്കുന്നില്ല, ഇത് തിരുവചനമാണെന്ന് വിശ്വസിക്കുന്നില്ല, പരിശുദ്ധാത്മാവിനും വിശ്വസിക്കുന്നില്ല, ശരിയായി പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യവുമില്ലെന്നാണ്. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നത് തുറന്ന ഹൃദയത്തോടെ വചനം വായിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ വ്യാഖ്യാനം കേൾക്കുക. 2, 3, 4 പ്രാവശ്യം കേൾക്കുമ്പോൾ, ഇന്നലെ എന്നോട് ചിലർ പറഞ്ഞത് അച്ഛൻ്റെ വീഡിയോ കേട്ടപ്പോൾ ഒരു ആത്മാവിന്റെ അഭിഷേകം ഞങ്ങൾക്കുണ്ടായെന്നാണ്. ഒരു ഗ്രൂപ്പിലൊക്കെ ഒരു ആത്മാവിന്റെ അഭിഷേകം ഉണ്ടായി, ഈ 4ാമത്തെ കാസ ഇതാണല്ലോ എന്ന് പഠിച്ചപ്പോൾ. അങ്ങനെയുള്ള തുറന്ന ഹൃദയത്തോടെ പ്രാർത്ഥനയോടെ ആ ഒരു ആധ്യാത്മിക അന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മാവുള്ള ഒരു കണക്റ്റഡ്നെസ്, ഒരു ബന്ധത്തിലാകുമ്പോഴാണ് ശരിക്കും ഈ ആത്മാവിന്റെ അഭിഷേകം, ആത്മാവിന്റെ ആവാസം നമുക്ക് അനുഭവപ്പെടുക. വീഡിയോ കേട്ടുകൊണ്ടിരുന്നപ്പോൾ, വചനപ്രഘോഷണം പോലെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആത്മാവിന്റെ അഭിഷേകം ഉണ്ടായെന്നാണ് ഇന്നലെ എന്നോട് ഒരു ആത്മായ സുഹൃത്ത് എന്നോട് പറഞ്ഞത്. അപ്പൊ അത് വളരെ ഗംഭീരമായ സംഗതിയാണ്. എനിക്കും നിങ്ങൾക്കും ഈ ആത്മാ അഭിഷേകം ഉണ്ടാകട്ടെ. ഈ 4ാമത്തെ കാസയുടെ പ്രാധാന്യം നമുക്ക് പഠിപ്പിക്കാനായിട്ട്, മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട്, പ്രചരിപ്പിക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യവും അതിലൂടെ തിരിച്ചറിയാൻ കഴിയട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.